ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവ് പോലെ സ്വാഗതം. എന്നത്തെയും പോലെ തന്നെ നമ്മുടെ ജോലി അടുക്കളയിൽ നിന്ന് ആരംഭിക്കുകയാണ്. രാവിലെ നമ്മൾ സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് രാവിലെ തന്നെ ചോറൊക്കെ അടുപ്പത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു, കഴിഞ്ഞ ദിവസം ചിക്കൻ മേടിച്ചതിൻ്റെ ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പം ഉണ്ടാക്കി കഴിഞ്ഞ് അപ്പത്തിനൊരു ചിക്കൻ സ്റ്റൂവും കൂടി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാൻ ചിക്കൻ സ്റ്റൂവിന് വേണ്ടിയിട്ട് പിന്നെ സവോളയെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചോറിന് കൊണ്ടുപോകാനായിട്ട് ക്യാബേജ് ഒന്ന് ശരിയാക്കണമായിരുന്നു. പെട്ടെന്ന് ഞാൻ മിക്സിയിലൊന്ന് കറക്കിയെടുത്താൽ കേട്ടോ, അരിയാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. നേരത്തെ പോകണം, ഒരു 7:30 ആകുമ്പോൾ പോകണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ സമയത്തിനകം നമ്മൾ ചെയ്ത് തീർക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ക്യാബേജ് ഒരു മിക്സിയിലൊന്ന് അടിച്ചെടുത്ത്, പിന്നെ ഇനി അടിച്ചിട്ടില്ലാത്തവരിനി ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് അടിക്കുകയാണെങ്കിൽ ഒരുപാട് സമയം അടിക്കരുത്. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇത് വല്ലാണ്ട് അങ്ങോട്ട് അരപ്പ് പോലെ ആയിപ്പോൾ കൂടെ, അത് ശ്രദ്ധിച്ച് വേണം, ചെയ്യാത്തവർ ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ ഞാനങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സവോള ക്യൂബ്സായിട്ട് തന്നെയാണ് കേട്ടോ അരിഞ്ഞെടുത്തേക്കണത്, ഒരു ക്യാരറ്റ്, ഒരു പൊട്ടറ്റോ, ഒരു 3-4 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഞാൻ അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ക്യാരറ്റ്, പൊട്ടറ്റോ, അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമ്മളൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മളത് ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഉപ്പൊക്കെ ഇട്ട് തന്നെയാണ് നമ്മൾ വഴറ്റിയെടുക്കുന്നത് കേട്ടോ. ലോ ഫ്ലെയിമിലാകട്ടോ വെച്ച്, ലോ ഫ്ലെയിമല്ല, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്, അടിയിലൊന്നും നമുക്ക് പിടിക്കരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയൊക്കെ ഒരു ഹാഫ് കുക്കാക്കി എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ചിക്കൻ കഷ്ണങ്ങൾ ചെറുതായിട്ട് നുറുക്കിയതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി നമ്മളതിനകത്ത് ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി പിന്നെ മൂടി വെച്ചൊക്കെ ഒന്ന് വേവിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും മാത്രമാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ അങ്ങനെ അതും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് അടച്ചു വെച്ച് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് നമ്മൾ ഒരു തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാല് 1-ാം പാലും 2-ാം പാലും ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. മീഡിയം ടൈപ്പ് തേങ്ങ കേട്ടോ, വലിയ തേങ്ങയൊന്നുമല്ല. അപ്പോൾ അങ്ങനെ പിന്നെ 2-ാം പാല് നമ്മൾ ഇതൊന്ന് വേവിച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ 2-ാം പാൽ ഒഴിച്ച് ഒന്നും കൂടി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായിട്ട് ഒന്ന് പിന്നെ വേവിച്ചെടുക്കണം. 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കത് തിളയ്ക്കണ്ട, ഒരുപാട് തിളയ്ക്കണ്ട. ഞാൻ തിളപ്പിക്കും കേട്ടോ, എന്നിട്ട് ഒരുപാട് അങ്ങോട്ട് തിളപ്പിക്കുകയില്ല. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കാഷ്യൂ നട്ടൊക്കെ ഇട്ടാൽ മതി കേട്ടോ. നമുക്ക് ഇതെല്ലാം ഓപ്ഷണലാണ്. അപ്പോൾ ഞാൻ ഒരു 5-6 കാഷ്യൂ നട്ടും കൂടി നമ്മൾ ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷമാണ് 2-ാം പാൽ ഒഴിച്ച് നമ്മളൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഒന്നും കൂടി ഒരു 10 മിനിറ്റ് നമ്മുടെ ചിക്കൻ ഇടയ്ക്കൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒരു 10 മിനിറ്റും കൂടി ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് വേകുന്ന സമയത്ത് ഞാനൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് തേയിലയിട്ട് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ പൊടി കലക്കി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതെല്ലാം ഞാൻ കുടിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മുടെ കറി നന്നായിട്ട് വെന്ത് വരണമല്ലോ, 10 മിനിറ്റ് നമ്മൾ മൂടി വെച്ച് വേവിക്കാതിരിക്കുകയല്ലേ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചായ ഉണ്ടാക്കി ചായ കൂടി എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ രാവിലെ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ചായയും ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇതിന് ശേഷമാണ് നമ്മൾ ഈ സമയത്താണ് ഞാൻ ചായ ഉണ്ടാക്കി കുടിച്ചത്. ഈ സമയത്തിനുള്ളിൽ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് 1-ാം പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് ഒരുപാട് തിളയ്ക്കണ്ട, എന്നാലും ഒന്ന് തിളയ്ക്കണം കേട്ടോ, തിളയ്ക്കാതിരിക്കരുത്, ഒരുപാടിട്ട് തിളപ്പിക്കണ്ട. അപ്പോൾ നമ്മൾ 1-ാം പാലൊക്കെ ഒഴിച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ നോക്കാം കേട്ടോ ഈ സമയത്ത് പാകമാണെങ്കിൽ. അപ്പോൾ അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമുക്കിനി അപ്പം ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ വഴി തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തലേ ദിവസം ഞാൻ പിന്നെ അരിയൊക്കെ കുതിർത്ത് ചോറും ഈസ്റ്റും തേങ്ങായും ഒക്കെ കൂടി ഇട്ട് മിക്സ് ചെയ്ത് നമ്മളൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് രാവിലെ വെളുപ്പിനെ എഴുന്നേൽക്കുമ്പോൾ നമ്മളൊന്ന് അരച്ച് ഒരു 2 മണിക്കൂർ വെച്ച് കഴിഞ്ഞ് നമ്മുടെ അപ്പം നല്ല സ്മൂത്തായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്കിനി അപ്പം ചുട്ടെടുക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പം ചുട്ടെടുക്കുകയാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ്, നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, നല്ലപോലെ പൊങ്ങിയൊക്കെ. അപ്പോൾ നമ്മുടെ അപ്പവും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് മോളും ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞ് മോളും ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് കാപ്പി കുടിക്കാമെന്ന് വെച്ച്
അങ്ങനെ കാപ്പിയൊക്കെ കുടി കഴിഞ്ഞ് ഞാൻ ഉച്ചയ്ക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചിട്ട് ഒന്ന് പുറത്ത് ഒന്ന് ടൗണിലൊന്ന് പോകണമായിരുന്നു. മോള് പിന്നെ ഹോസ്റ്റലിൽ പോകേണ്ട ആവശ്യത്തിന് കുറച്ച് ഡ്രസ്സൊക്കെ മേടിക്കണമായിരുന്നു. ഒക്കെ അങ്ങനെ ഞങ്ങൾ ട്രെൻഡ്സിലാണ് പോയത് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ഡ്രസ്സെല്ലാം വാങ്ങിയതിന് ശേഷം നമ്മൾ ടൗണിൽ നിന്ന് ഒരുപാട് സമയമല്ല, ഒരു മണിക്കൂർ 1.5 മണിക്കൂർ നമ്മൾ ടൗണിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ട ഡ്രസ്സെല്ലാം എടുത്തു. മോൾക്ക് മാത്രമാണ് എടുത്തത്, 2 മക്കൾക്കും മാത്രമാണ് എടുത്തത്. ഓണവും കൂടി വരികയല്ലേ, അപ്പോൾ അതും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ടാറ്റാ.